ഹലോ, ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ അടിപൊളി പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് പൊറോട്ട. പ്രത്യേകിച്ചും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും കൂടുതലും കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുക, ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുക ചെയ്യുക. എപ്പോഴും അത് സേഫായിട്ടിരിക്കണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ്. ഓയിൽ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യുന്നൊരു സംഭവമാണെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ. അത് വളരെ വീശി അടിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് വീട്ടിൽ തയ്യാറാക്കാം. മുട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെജിറ്റേറിയൻസിനും ഒക്കെ കഴിക്കാവുന്നതാണ്. ചിലരൊക്കെ മുട്ട പിഴിച്ചിട്ട് ഇത് കഴിക്കാതിരിക്കാറുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എന്തായാലും 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കിലോ മൈദയാണുള്ളത് കേട്ടോ. അത് 3 കപ്പ് എടുക്കുമ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. 3 കപ്പ് മൈദയ്ക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അല്ല, ഓയിൽ തന്നെ വേണം. പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും. വെളിച്ചെണ്ണ എടുക്കരുത്, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേറെയാണ്. ഇപ്പോൾ പൊറോട്ട ആകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിവാക്കുകയാണ് നല്ലത്. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. 3 കപ്പ് മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഈ ഓയിലും ഉപ്പും എല്ലായിടത്തേക്കൊന്ന് എത്താൻ. എന്നിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ. അപ്പോൾ ചിലരൊക്കെ മുട്ട ചേർത്ത് കണ്ടിട്ടുണ്ട്, ബേക്കിംഗ് പൗഡർ ചേർത്ത് കണ്ടിട്ടുണ്ട്, ഈസ്റ്റ് ചേർത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല അടിപൊളിയായിട്ട് വരും. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടേനേക്കാളും ഉഷാറായിട്ട് വരും. ഇപ്പോൾ കുട്ടികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പൊറോട്ട വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് പോയി വാങ്ങാതെ തന്നെ വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. 1/2 കിലോ മൈദ ഉണ്ടായാൽ ഏകദേശം 9-10 പൊറോട്ട ഉണ്ടാവും. അപ്പോൾ 2-3 ആൾക്കാരുള്ളൊരു വീടൊക്കെ ആണെങ്കിൽ 1/2 കിലോ മൈദ ധാരാളം മതി. വേറെ ഒന്നും വേണ്ടതിലേക്ക് മൈദയും എണ്ണയും ഉണ്ടായാൽ മതി. ഇപ്പോൾ കുഴച്ച് വെച്ചു. ഞാൻ നന്നായിട്ട് കുഴച്ച് വെക്കുക. ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ച് വെക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഏകദേശം ആ മാവ് എത്ര വലിപ്പമുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ആവത്തക്ക രീതിയിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓയിൽ. എന്നിട്ട് അടച്ച് വെക്കുക. ഇനി നമ്മളിത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തു വെച്ചാൽ മതി. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞു. കണ്ടോ, മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ചപ്പോഴുള്ളതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറച്ച് കട്ടിയിൽ തന്നെ ആയിരുന്നാൽ രാവിലേക്ക് കുറച്ചും കൂടി ഒന്നും കൂടി ലൂസാവും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്യണത് പോലെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല മയപ്പെട്ട തന്നെയായിരിക്കും. അപ്പോൾ ഞാനത് ആ പാത്രം മാറ്റി കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടു. ഇനി ഒന്ന് നീട്ടിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്യുക. ഏകദേശം ഒരേ വലുപ്പത്തിൽ വരത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ശരിക്കും ഇത് 10 എണ്ണത്തിനുള്ള മാവ് ഉണ്ട്. ശരിക്കും ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. എന്നിട്ട് ഓരോ ബോളും ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. എല്ലാത്തിൻ്റെയും പുറത്ത് അത്യാവശ്യം എണ്ണ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ മാവിലും ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 8 എണ്ണമാണ് കിട്ടിയത്. ഇത് കുറച്ച് ചെറുതായിട്ട് ചെയ്യുകയാണെങ്കിൽ 9-10 വരെയൊക്കെ ഉണ്ടാക്കാം. ഞാൻ ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊറോട്ടയുടെ അതേ വലുപ്പത്തിലായിരുന്നു. കുറച്ച് ചെറുതാണ്. കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ കുറച്ച് ചെറുത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ 10 എണ്ണമൊക്കെ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ ഓരോന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. മൈദ മാവ് തന്നെ ഇട്ടാൽ മതി. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ ഷേപ്പൊന്നും പ്രശ്നമല്ല. പരത്തിയിട്ട് വെക്കാൻ വേണ്ടിയുള്ള സ്ഥലത്താണ് ഞാനിപ്പോൾ മാവ് ഇട്ട് കൊടുത്തത്. അതവിടെ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. ഷേപ്പൊന്നും പ്രശ്നമല്ല. കാരണം നമുക്കത് വീണ്ടും ചുറ്റിച്ചെടുക്കാനുള്ളതാണ്, പൊറോട്ട ആക്കി എടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. കട്ടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കനോ അല്ലെങ്കിൽ ഷേപ്പോ ഒന്നും പ്രശ്നമല്ല. വെറുതെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഞാൻ ആ പൊടി ഇട്ടിരിക്കണം അവിടേക്ക് വെച്ചു. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഓയിൽ. ഞാനിപ്പോൾ ബ്രഷ് വെച്ച് ചെയ്യാൻ കാരണം പരമാവധി എണ്ണയുടെ അളവ് കുറയാൻ വേണ്ടിയിട്ടാണ്. ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൊടി വിതറി കൊടുക്കുക. നിർബന്ധമായിട്ടും ചെയ്യണം, ഇല്ലെങ്കിൽ തമ്മിൽ ഒട്ടിപ്പോവത്.
ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കണം. ഇങ്ങനെ ആകുമ്പോൾ വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലരും പൊറോട്ട ഉണ്ടാക്കാൻ മടിക്കുന്നത് ഈ വീശി അടിക്കൽ ഒക്കെ പേടിച്ചിട്ടാണ്. അതൊന്നും ചെയ്താൽ ശരിയാവില്ല, പൊട്ടിപ്പോവും, നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഇതിലാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വീശി അടിക്കാതെ തന്നെ നമുക്ക് അതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തത് വെച്ചു. അതിൻ്റെ മേലെ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഏകദേശം 1/2 ടീസ്പൂൺ ഓയിലാണ്. ഞാൻ ഓയിലിൻ്റെ ബോട്ടിലുകൊണ്ട് അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് തമ്മിൽ ഒട്ടാതെ ഇരുന്നോളൂ. ഇങ്ങനെ ഓരോ എണ്ണം ചെയ്ത് നമ്മളിങ്ങനെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. ഓയിൽ ഇപ്പം നമുക്ക് ഹെൽത്തിന് ബുദ്ധിമുട്ടുള്ള സംഭവമാണെങ്കിൽ പോലും പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഓയിലൊക്കെ വേണം. എങ്കിലേ അത് അതിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പിലും ആ ഒരു ടേസ്റ്റിലും കിട്ടുള്ളൂ. പൊറോട്ട ആകുമ്പോൾ അങ്ങനെയാണല്ലോ, അത് ശരിക്കും ആ ലെയറൊക്കെ ആയിട്ട് വരാൻ കാരണം തന്നെ ഓയിലിൻ്റെ യൂസാണ്. അപ്പോൾ ഒരുപാട് ഓയിലങ്ങ് കുറയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും മുകളിൽ വെക്കണതിൻ്റെ മുകളിൽ നമ്മൾ പൊടി ഇടേണ്ട ആവശ്യമില്ല, ഓയിൽ മാത്രം മതി. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തടവി കൊടുത്തതിന് ശേഷം ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കുക. നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചാലും മതി. ഞാൻ പാത്രം കൊണ്ടാണ് അടച്ചു വെച്ചത്. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ വെക്കണം നിർബന്ധമായിട്ടും. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് 1.5 മണിക്കൂറൊന്നും വെക്കാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ 1 മണിക്കൂറായാലും മതി. ഇനി നമ്മൾ ഓരോന്നിങ്ങനെ വലിച്ചെടുക്കുക. ഇതിങ്ങനെ വലിച്ചെടുക്കാൻ കിട്ടും നമ്മളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. നമ്മളെ വിരലിൽ ചുറ്റിയാൽ മതി. ഞാനിപ്പോൾ 2 വിരൽ ചേർത്ത് വെച്ചിട്ടാണ് ചുറ്റിയത്. ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. ഈസി ഒരു പരിപാടിയാണ്, കുട്ടികൾക്ക് വരെ ചെയ്യാം. ഇങ്ങനെ റോളാക്കിയിട്ട് വെക്കുക. ഓരോന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ അങ്ങോട്ട് വെച്ചപ്പോൾ നമ്മൾ നല്ല ചപ്പാത്തി പോലെയായിരുന്നു, അങ്ങനെ പിന്നെ എടുക്കാൻ കിട്ടില്ല. ഇങ്ങനെ നീട്ടിയാണ് കിട്ടുള്ളൂ, കയറ് പോലെ നീട്ടി കിട്ടും. അത് 1 വിരലിൻ്റെ ചുറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. 2 വിരൽ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ചുറ്റാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2-3 വിരലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അകത്ത് ഒരു വലിയ ഹോൾ ഉണ്ടായിപ്പോവും. അപ്പോൾ അത് വേണ്ട. ഇതിങ്ങനെ വലിച്ചെടുക്കാൻ നല്ല ഈസിയാണ്, പൊട്ടിപ്പോവൊന്നുമില്ല. കണ്ടോ, നമ്മളിങ്ങനെ വീശിയെടുക്കുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് കാരണം ലെയറുകളൊക്കെ ഉണ്ടാവാൻ എളുപ്പമാണ്. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വിചാരിക്കുമോ ഇത്രയും ഈസി ആയിരുന്നോ, നമ്മൾ ഭയങ്കര കഷ്ടപ്പാടുണ്ടെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. ഇതുപോലെ നമ്മളെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഇങ്ങനെ ബോളായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ബോളാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചുറ്റിച്ച് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. 2 വിരൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തങ്ങ് ചുറ്റിയാൽ മതി. 1 വിരൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പരമാവധി നീട്ടിയിട്ട് അറ്റം അതിൻ്റെ താഴേക്ക് അങ്ങ് ചേർത്ത് വെച്ച് കൊടുക്കുക. ഇത് ഞാനിങ്ങനെ കാണിക്കാൻ കാരണം, എല്ലാ എണ്ണവും കാണിക്കാൻ കാരണം അത് ഒട്ടും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എല്ലാ എണ്ണം അങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ശരിക്കും ഒരെണ്ണം തന്നെ കണ്ടാൽ മതി, വീഡിയോ ലെങ്തായി പോവും ചെയ്യും. അറ്റം നമ്മളൊന്ന് താഴേക്ക് തിരികെ വെച്ചാൽ മതി. ഇപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ പുറത്തൊക്കെ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ പരത്തുമ്പം ഏതാണോ ആദ്യം റോൾ ചെയ്ത് വെച്ചത് അതാണ് ആദ്യം പരത്തേണ്ടത്. അപ്പം മറ്റതിനൊക്കെ കുറച്ചും കൂടി റെസ്റ്റിംഗ് ടൈം കിട്ടും. അവസാനം വെച്ചത് ആദ്യം എടുക്കരുത്. ആദ്യം ഏതാണോ വെച്ചത് അത് തന്നെ എടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പരത്തുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറഞ്ഞത്, പരത്തുമ്പോൾ ആദ്യം ചെയ്ത് വെച്ചത് ആദ്യം എടുക്കുക. നമ്മൾ ഇനി പരത്തുമ്പോൾ ഓയിൽ ആണ് യൂസ് ചെയ്യുക, പൊടിയല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടി യൂസ് ചെയ്യരുത്. കൈ വെച്ചിട്ടാണ് കേട്ടോ, കൈയിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും കൈ മാത്രം മതി, ചപ്പാത്തി കോയിൽ വേണമെന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി കോയിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പം കൈ വെച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ കട്ടിയിൽ വരില്ല. പല സ്ഥലത്തും ചില ഭാഗത്ത് ഇങ്ങനെ ഉയർന്നിരിക്കും, ചില ഭാഗത്ത് ഇങ്ങനെ താഴ്ന്നിരിക്കും.
അങ്ങനെ ആയിരിക്കും. നമ്മൾ എല്ലായിടത്തും ഒരുപോലെ അമർത്താൻ കൈ വെച്ചിട്ട് പറ്റില്ലല്ലോ, കൈ അങ്ങനത്തെ ഒരു ഷേപ്പുള്ള സംഭവമാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൈ വെച്ച് പരത്തിയിട്ട് പിന്നെ എല്ലായിടത്തേക്കും മാവ് ഈവനായിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ചപ്പാത്തി കുഴൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അത് വേണമെന്നൊരു നിർബന്ധമില്ല, കൈ വെച്ച് പരത്തിയാൽ മാത്രം മതി. ശരിക്കും പൊറോട്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തുക. ഞാൻ ചുട്ടെടുക്കുകയാണ്. ചട്ടി വെച്ചു, അതിൽ കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചില ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കറുത്ത കളർ ഉണ്ടാകും പൊറോട്ട, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് ഓയിൽ താഴെയും വേണം മേലെയും വേണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുക്കരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ സൈഡൊക്കെ പെട്ടെന്ന് കരിഞ്ഞിട്ട് മൈദയല്ലേ, അകത്തുള്ള ലെയറുകളൊന്നും വേവാതെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, കൈ വെച്ച് തന്നെ പരത്തിയാൽ മതി. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു മെത്തേഡിൽ പൊറോട്ട ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി കുഴൽ വെച്ചും കൂടി ഒന്ന് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ പല പല സ്ഥലത്തും ചിലരങ്ങനെ കൈ കൊണ്ട് മാത്രം ചെയ്യുമ്പോൾ അങ്ങനെ മുഴച്ച് നിൽക്കും, ചില സ്ഥലത്തൊക്കെ അങ്ങനെ മുഴച്ചിരിക്കും, ചില സ്ഥലത്ത് ഇങ്ങനെ തിന്നായിട്ടും ഇരിക്കും. അപ്പോൾ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലായിടത്തും ഒരേ കനത്തിൽ വരും. ചപ്പാത്തിയൊക്കെ പോലെ ഒരേ കനത്തിൽ വരും. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് പരത്തുന്ന പത്തിരിയൊക്കെ കണ്ടിട്ടില്ലേ, അത് ചില സ്ഥലത്ത് പൊങ്ങിയിരിക്കും, ചില സ്ഥലത്ത് ഇങ്ങനെ താഴ്ന്നിരിക്കും. അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ കുഴൽ കൂടി ഉപയോഗിച്ചൊന്ന് ചെയ്തത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വെന്തോ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട്, ശരിക്കും നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക, ഓയിലിൻ്റെ ബോട്ടിൽ വെച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. ഞാനത് ഓയിലിൻ്റെ അമിതമായ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതാകുമ്പോൾ പിന്നെ ഒത്തിരി അങ്ങോട്ടാവില്ല. പക്ഷേ ദോശയ്ക്കൊന്നും ചെയ്യണ പോലെ പോരാട്ടോ, അതിലേറെ കുറച്ചും കൂടി ഓയിൽ വേണം, എന്നാൽ ഓവറായി പോവും വേണ്ട. സാധാരണ ഞാൻ ഇപ്പോൾ ഹോട്ടലിലൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ ഓയിലിൻ്റെ ബോട്ടിൽ വെച്ചിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. പൊറോട്ട ആ എണ്ണയിൽ കിടന്നങ്ങ് കുളിച്ച് വരും. അപ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് തന്നെയല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് പരമാവധി ഓയിൽ കുറച്ചിട്ട് കൊടുക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം തിന്നായിട്ട് തന്നെയാണുള്ളത്. നമ്മൾ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് പരത്തിയിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിയായിട്ടിരിക്കും. ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നാക്കി കൊടുക്കുക. രണ്ട് സൈഡിലും എന്തായാലും ഓയിലാക്കണം. ഒരു സൈഡിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ സൈഡിലാക്കാതെ ഇരിക്കണ്ട. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ചിലരൊക്കെ വിചാരിക്കും ഞാൻ ഒരുപാട് പ്രാവശ്യം പൊറോട്ട ഉണ്ടാക്കി പരാജയപ്പെട്ടു, ഇനി ആ പണിക്കില്ല എന്നൊക്കെ. കാരണം പൊറോട്ട ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ആ പണി ചെയ്യൂല എന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയൊന്നും വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കൊരു പ്രാവശ്യം ഇപ്പോൾ വലിയ കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കിലോ മൈദ വെച്ചിട്ട് അല്ലെങ്കിൽ 1 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്യുക. 1 കപ്പ് മൈദ വെച്ചിട്ട് ചെയ്താലും 3-4 പൊറോട്ടയൊക്കെ ഉണ്ടാവും, 3 പൊറോട്ടയൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടൈം അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് പിന്നെ അളവ് കൂട്ടി കൂട്ടി വന്നാൽ മതി, എന്നാൽ പിന്നെ കേടായി പോകുന്നുള്ള പേടിയില്ല. നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ കൈ കൊണ്ട് പരത്തുമ്പോൾ മറ്റേ ചട്ടിയിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കാൻ മതി. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തത്, ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി ചട്ടിയിൽ ചുടുകയും ചെയ്തു. കാരണം പെട്ടെന്നൊന്നും പൊറോട്ട റെഡി ആവില്ല ചട്ടിയിൽ വെച്ചാൽ. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടതും. അപ്പോൾ ഒരു സൈഡിൽ പൊറോട്ട വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സൈഡിൽ അത് പരത്തുകയും ചെയ്യാം. ഓയിൽ അപ്ലൈ ചെയ്യാൻ ബ്രഷ് ഉണ്ടെങ്കിൽ അത് തന്നെ നോക്കുക, അല്ലെങ്കിൽ സ്പൂണിൽ കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം. ബ്രഷാണ് എപ്പോഴും നല്ലത്, എന്നാൽ പിന്നെ എല്ലായിടത്തും എത്തും ചെയ്തോളും. വളരെ കുറച്ച് മതി താനും. ഇനി നമ്മളിത് അടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു 4-5 എണ്ണം ആയിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ അട്ടിക്കിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോഴാണ് ലെയറുകളൊക്കെ കറക്റ്റായിട്ട് വരിക. ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയായി. ഇത് ചൂടോടെ തന്നെ ചെയ്യണം. നമ്മൾ ഓരോ പൊറോട്ട ഇങ്ങനെ ചുട്ടിട്ട് അത് നമ്മൾ തുറന്ന് വെക്കരുത്. ഒരു കാസറോൾ പോലത്തെ ഇതിലെന്തെങ്കിലും ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ചൂടാറിപ്പോവും. ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അടിക്കാൻ പറ്റില്ല.
ഇപ്പോൾ ഞാൻ പൊറോട്ടയൊക്കെ റെഡിയായി സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. ഈ ചിക്കൻ കറി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാം. എന്നിട്ട് പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ കാണുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.